ക്രിസ്തു സാക്ഷികൾ ചിത്രകഥ. ക്വ വാദിസ് കേപ്പ പത്രോസ്. രചന ഫാദർ മൈക്കിൾ കാര്യമറ്റം. ചിത്രീകരണം ദേവസി ബെന്നി. AD 64 ജൂലൈ 18 അർദ്ധരാത്രി ടൈബർ നദിയുടെ തീരത്തെ ചേരികളിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. വളരെ പെട്ടെന്ന് പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തീ പടർന്നു. 6 ദിനരാത്രി നീണ്ടുന്ന അഗ്നിബാധയിൽ റോമാ നഗരത്തിന്റെ 3/4 ഭാഗവും കത്തി നശിച്ചു. നഗരം മുഴുവൻ നശിച്ചു. മരിച്ചവരുടെ എണ്ണം പോലും അറിയില്ല. ദൈവങ്ങളുടെ കോപമാണ്, ദൈവകോപമല്ല. ആ ഭ്രാന്തൻ നീറോയുടെ വിക്രിയയാണ്. പതുക്കെ പറ, പുറത്തറിഞ്ഞാൽ തല പോകും. നിങ്ങൾ എന്തിനാ ചക്രവർത്തിയെ കുറ്റം പറയുന്നത്? ചക്രവർത്തി കൽപ്പിച്ചിട്ടല്ല ഞങ്ങൾ ചെരിയിൽ തീ കൊളുത്തിയത്. എന്തിനാണ് ഈ ക്രൂരത? തന്റെ പേരിൽ നീറോപോളിസ് എന്ന ഒരു പട്ടണം പണിയണമത്രേ. തനി ഭ്രാന്ത്. ഈ ഭ്രാന്തിന് അറുതി വരുത്തിയേ മതിയാകും. ആരോടും പറയരുത്, അപകടമാണ്. ഇതിൽ വലിയ എന്തപകടമാണ് വരാനുള്ളത്? വാർത്ത കേട്ടവർ തെരുവിലിറങ്ങി. കൊട്ടാരം ചുട്ടരിക്കുക, പട്ടണം കത്തി നീറോയെ ചുട്ടുകൊല്ലുക, ഭ്രാന്തൻ ചക്രവർത്തിയെ അപ്പോളോ ദേവന് ബലിയർപ്പിക്കുക. നീറോയുടെ കൊട്ടാരത്തിൽ പൊപ്പേയ, നമ്മുടെ പദ്ധതികൾ പാളി. കൊലവിളിയല്ലേ ആ കേൾക്കുന്നത്? എന്താണ് സത്യം? തീ വെച്ചതോ? നീറോയല്ല, ക്രിസ്ത്യാനികൾ. ജനം വിശ്വസിക്കുമോ? വിശ്വസിപ്പിക്കണം, വിശ്വസിക്കണം. ഇത് തന്നെ അവസരം. ആ നസ്രായന്റെ അനുയായികളിൽ ഒറ്റ എണ്ണം പോലും ജീവിച്ചറിയരുത്, ഒരു മിശിഹ പോലും. തന്ത്രം ഫലിച്ചു. റോമിലെ തെരുവുകളിൽ കാട്ടുതീ പോലെ പുതിയ വാർത്ത പടർന്നു. റോമക്കാരെ കേൾക്കുവിൻ, നീറോ ചക്രവർത്തി കൽപ്പന. ക്രിസ്ത്യാനിയായിരിക്കുന്നത് മരണശിക്ഷ അടയ്ക്കുന്ന കുറ്റമാണ്. അവരാണ് റോമിന് തീ വെച്ചത്. ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് ജയിലിൽ അടയ്ക്കണം. ആ ക്രിസ്ത്യാനികൾ എത്ര അപകടകാരിയാണെന്ന് ഞാൻ കരുതിയില്ല. എനിക്കവരെ പണ്ടേ സംശയമുണ്ടായിരുന്നു. ആരോടും കൂട്ടിച്ചേരാത്ത ഒരു ഗണം. അവർക്ക് ദൈവമില്ല, ദേവാലയമില്ല, ബലിയില്ല, വിരുന്നുമില്ല. രാത്രികളിലല്ലേ അവരുടെ സമ്മേളനം. പുതിയൊരു മതമാണത്രേ. അവർ നരഭോജികളാണ്. ഓരോ പ്രാർത്ഥന യോഗങ്ങളും ഒരു കുഞ്ഞിനെ വെട്ടിമുറിച്ച് എന്റെ ശരീരം എന്റെ രക്തം എന്ന് പറഞ്ഞ് ശാപ്പിടും. അവരെ ഉന്മൂലനം ചെയ്തേ മതിയാകൂ. അവർ ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അതിക്രൂരമായ മർദ്ദമർദ്ദനം ആരംഭിച്ചു. അനേകരെ തടവിലാക്കി. വന്യമൃഗങ്ങൾ ഇട്ടുകൊടുത്തു. വിളക്ക് തൂണുകളിൽ കെട്ടി പന്തം പോലെ എണ്ണയൊഴിച്ച് കത്തിച്ചു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, മാറാനാഥ. ക്രിസ്ത്യാനികൾ ആകെ ഭയന്നു. പല റൂമിൽ ഒളിച്ചോടി. ഒരു പ്രാർത്ഥനാ സമ്മേളനം. നീറോയ്ക്ക് ഭ്രാന്താണ്, നമ്മളെയെല്ലാം കൊല്ലും. ഗുരു, അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അങ്ങാണ് സഭയുടെ തലവൻ. പറയാം, തുടക്കത്തിൽ തന്നെ തുടങ്ങാം. പോകുന്ന മുമ്പ് ഒരിക്കൽ കൂടി യേശുനാഥനെ കുറിച്ച് ഞങ്ങളോട് പറയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വെറും ഒരു പാപം മീൻപിടുത്തക്കാരനായിരുന്നു. ഗലീലി തടാകത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു എൻ്റെ ജീവിതം. ബത്സയിദയിലായിരുന്നു ഞങ്ങളുടെ തറവാട്. തൊഴിൽ മീൻപിടുത്തം. അപ്പൻ യോന നേരത്തെ മരിച്ചു. താമസിയാതെ അമ്മയും ഞാനും അന്ത്രയോസും തനിച്ചായി. ഞങ്ങൾ കൂടുതൽ ജോലിസ്ഥലത്തിൽ കഫർനാമിലേക്ക് നീങ്ങി. അവിടെ ഞാൻ റൂത്തിനെ വിവാഹം ചെയ്തു. വിധവയായ ഹന്നായുടെ ഏക മകളായിരുന്നു റൂത്ത്. ബത്സയിദയിലെ വീട് വിറ്റ് ഞങ്ങൾ കഫർനാമിൽ റൂത്തിന്റെ വീട്ടിൽ താമസമാക്കി. വലിയ കഷ്ടപ്പാടിന്റെ കാലമായിരുന്നു. കടലിൽ മീനില്ല. നികുതി കൊടുത്താൽ പോലും പിന്നെ 4 പോലും മിച്ചമുണ്ടാവില്ല. രാജ്യനികുതിക്ക് അവധി പറയാനാവില്ല. ഇപ്പോൾ തന്നെ 2 കൂടും മുടങ്ങി. ക്ഷമിക്കണം, കടലിൽ നിന്ന് മീൻ കിട്ടിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകും. അതറിഞ്ഞിട്ട് ഞങ്ങൾ കാര്യമില്ല. ഞാൻ പിരിക്കുന്ന രാജാവിന് വേണ്ടി റോമാക്കാരുടേത് വേറെ വരും. ഒരാഴ്ചയ്ക്ക് നികുതി മുഴുവൻ തീർത്തടച്ചില്ലെങ്കിൽ വള്ളവും വലയും ജപ്തി ചെയ്യാനായിരിക്കും ഇനി വരിക. ഹെറോദസ് രാജാവും അന്തിപ്പാസ് രാജാവും റോമാക്കാരും ചേർന്ന് ഞങ്ങളെ പിഴിഞ്ഞു. പ്രതിമുട്ടി ഞങ്ങൾ ചില മാർഗങ്ങൾ ആലോചിച്ചു. എന്ത്, നാട് വിട്ടു പോകാനോ? അല്ല, നേരിടാൻ. അന്ത്രയോസേ, യൂദയായിൽ എന്തുണ്ട് വിശേഷം? യോഹന്നാനെ കുറിച്ച് നമ്മൾ കേട്ടതൊക്കെ ശരിയാണോ? ചേട്ടാ, 200% ശരി. വാസ്തവത്തിൽ 100 പോലും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ നാം പ്ലാൻ ചെയ്യുന്ന യുദ്ധത്തിന് യോഹന്നാൻ നേതൃത്വം നൽകുമോ? എന്താ സംശയം? ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ഹെറോദസിനെ വിറപ്പിച്ചത്. നേരോ? പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നേതാവ് യോഹന്നാനല്ല. അതിനേക്കാൾ 100 ഒരു ശക്തനായ മറ്റൊരുവൻ. അതാരാണ്? എവിടെ നിന്നാണ് അവൻ? നസ്രത്തിൽ നിന്നൊരു മരപ്പണിക്കാരൻ. യേശു എന്നാണ് പേര്. ആശാരിയോ? അയാളാണ് നമ്മെ രക്ഷിക്കാൻ പോകുന്നത്. നേരിൽ കാണുന്നവർ എനിക്ക് സംശയമായിരുന്നു. പിന്നെ എപ്പോഴാണ് നിശ്ചയമായത്? ഞാനും യോഹന്നാനും ഒരു ദിവസം മുഴുവൻ അവന്റെ കൂടെ ചെലവഴിച്ചു. ഇനി സംശയമില്ല, അവൻ തന്നെയാണ് രക്ഷകൻ. ഓഹോ, എന്നാൽ എനിക്കും അവനൊന്ന് കാണണമല്ലോ. നാളെ ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മീൻ പിടിക്കാൻ പോകാതെ പറ്റില്ല. ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ പ്രവാചകൻ യേശു. ഈ പ്രവാചകൻ കൊണ്ട് മടുത്തു. മീൻ പിടിക്കാനുള്ള വിദ്യ അറിയാവുന്ന പ്രവാചകനുണ്ട് എങ്കിൽ ഞാൻ വിശ്വസിക്കാം. ആഴത്തിലേക്ക് തോണി നീക്കൂ, ഞാനും കൂടെ വരാം. ഈ കടൽ മുഴുവൻ ഞങ്ങൾ അരിച്ചു പിറകിയതാ. ചേട്ടാ, ഒന്ന് ശ്രമിച്ചു നോക്കൂ.
കർത്താവെ, ഇതിനകത്തെന്താ തിമിംഗലം കറിയോ? എന്തോ ഒരു ഭാരം. നമുക്കടുത്ത വള്ളത്തിലുള്ള യാക്കോബിനെയും കൂട്ടരെയും വിളിക്കാം. 2 വള്ളങ്ങൾ മുങ്ങാൻ റാകുവോളം അവർക്ക് മീൻ കിട്ടി. അത്ഭുതം കണ്ട ഭയന്ന പത്രോസ്, കർത്താവെ, ഞാനൊരു പാപിയാണ്, അങ്ങേ തോണിയിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. ഭയപ്പെടേണ്ട, ഇനി നീ മീനല്ല, മനുഷ്യനെ പിടിക്കുന്നവനാകും. എന്റെ കൂടെ വരൂ. ഇന്നലെ കഴിഞ്ഞ പോലെ എല്ലാം ഞാൻ ഓർക്കുന്നു. ഇത്രമാത്രം മീൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അമ്മായിയമ്മ സന്നിപാത ജ്വരം പിടിച്ച് മരണത്തോട് മല്ലടിക്കുന്നു. എന്നിട്ട് കടമെല്ലാം വീട്ടിയോ? ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കും, നിന്റെ രോഗം നിന്നെ വിട്ടുപോയിരിക്കുന്നു. ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വാർത്ത കാട്ടുതീ പോലെ പരന്നു. വീട് ചുറ്റും രോഗിയുടെ ഒരു പ്രളയം. വീട് പോലും അപകടത്തിലായി. മകനെ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്നിട്ട് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഇത് ദൈവദൂഷണമാണ്. പാപമോചകൻ ഇവനെവിടുന്ന അധികാരം. ഒറ്റ വാക്കോട് തളർവാദം മാറ്റാൻ ദൈവത്തിനല്ലേ കഴിയൂ. ഇയാളൊരു സാധാരണ മനുഷ്യനല്ല. അന്ന് ഞാൻ വീട് വിട്ടതാണ് ഗുരുവിന്റെ പിന്നാലെ. മക്കളെ ദൈവം തന്നില്ല, കടമെല്ലാം വീട്ടി. പിന്നെ അമ്മായിയമ്മയും നുറുത്തും അവരെ കർത്താവ് കാത്തു. എനിക്ക് കാണാം, കർത്താവെ നന്ദി, എനിക്ക് കേൾക്കാം, ഹല്ലേലൂയ. കടന്നുപോയ കാലം ബലം തന്ന തമ്പുരാന് സ്തോത്രം. അവിടെ വന്ന പിശാചുകൾ പത്തി മടക്കി കീഴടങ്ങി. കുഷ്ഠരോഗികൾ സൗഖ്യം. മത്സരണീതി നടക്കുന്നു. അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര. ഇത്ര സാധുള്ളപ്പം ഞാൻ ജീവിതത്തിൽ തിന്നിട്ടില്ല. ഈ മരുഭൂമി ഇവർക്ക് ഇവിടുന്ന് കിട്ടി ഇത്രയേറെ അപ്പം. നമ്മൾ 10,000 തിന്നിട്ടും ബാക്കി. സംശയമില്ല, ഇവനാണ് വരാനിരിക്കുന്ന പ്രവാചകൻ. നമുക്ക് ഇവനെ രാജാവാക്കാം. സ്വപ്നങ്ങൾ നിറവേറിയെന്ന് നിങ്ങൾ കരുതി. ഇനി യേശുവിന്റെ നേതൃത്വത്തിൽ ഹെറോദസിനെ വധിക്കുക, റോമക്കാരെ നാട് കടത്തുക. പക്ഷെ ഗുരു സമ്മതിച്ചില്ല. ഞങ്ങളെ നിർബന്ധിച്ച് കടന്ന മറുകരയിലേക്ക് വിട്ടു. ഗുരു തനിച്ച് മലയിലേക്ക് പോയി. നിരാശരായ ജനം പിരിഞ്ഞുപോയി. കൊടുങ്കാറ്റ് പതിവായിരുന്ന കടലിലേക്കാണ് ഞങ്ങൾ ഇറക്കി വിടുന്നത്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അത് ആരോ കടലിന് മീത് നടന്നു വരുന്നു. പിശാച, നമ്മൾ നശിച്ചു. ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പായ കയറാതെ നേരെ പിടിച്ചു നിർത്ത്. ഗുരു, നീയാണെങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരട്ടെ. കർത്താവ് രക്ഷിക്കണേ. അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു? അപ്പോൾ ഗുരു കടലിന് മീതെ നടന്നോ? തോണിക്ക് എന്ത് സംഭവിച്ചു? ഗുരു തോണിയിൽ കയറി. കാറ്റും നിലച്ചു. കടൽ നിശ്ചലം. സംശയമില്ല, കാറ്റിനെയും കടലിനെ നിയന്ത്രിക്കുന്നവൻ ദൈവം തന്നെ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വടക്കോട്ട് പോയി. കെസറിയ ഫിലിപ്പിയിൽ വെച്ച് ഗുരു ഒരു ചോദ്യം. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? സ്നാപകൻ ഉയർത്തുമെന്നാണ് പൊതു സംസാരം. ഏലിയ എന്ന് ചിലർ, മോശ എന്ന് മറ്റു ചിലർ. എന്നാൽ നിങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങളെല്ലാം പിടിച്ചുകുലുകിയതാണ് ആ ചോദ്യം. ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ഞാൻ വാ തുറന്നു. ഗുരുരോഗം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. സിമിയോൻ, നീ ഭാഗ്യവാൻ. നീ പറഞ്ഞ സത്യമാണ്. ഇത് നിനക്ക് തന്നെ തോന്നിയതല്ല, എന്റെ പിതാവ് വെളിപ്പെടുത്തുന്നതാണ്. ഇനി കേപ്പ പാറ എന്നായിരിക്കും നിന്റെ പേര്. നീ അങ്ങനെ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. പിശാചിന് നിങ്ങളെ കീഴടക്കാൻ കഴിയുകയില്ല. സഹോദരങ്ങളെ, ഗുരു എന്നെ പാറയെന്ന് വിളിച്ച്, പക്ഷെ ഞാനോ മെരുകു പോലെ ഉരുകി. എന്തുണ്ടായി അങ്ങനെ കരയുന്നത്? പറയാം. അതിനു മറ്റു ചിലത് കൂടി നിങ്ങൾ അറിയണം. ഗുരു പിന്നെ പറഞ്ഞ ജെറുസലേം യാത്രയെക്കുറിച്ചാണ്. ജെറുസലേമിൽ വെച്ച് മരിക്കുമെന്ന്. വെറുതെ അങ്ങ് മരിക്കുകയല്ല, യഹൂദർ ഗുരുവിനെ കൊല്ലുമത്രേ. ജെറുസലേമിൽ ഗുരുവിന് ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ ഇടയിൽ. ഗുരു കൊല്ലപ്പെടുന്നത് ഊഹിക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. അതിനാൽ ഗുരു ഇത് സംഭവിക്കാൻ ഇടയാകരുത്. ഒരു കാരണവശാലും അങ്ങ് ജെറുസലേമിലേക്ക് പോകരുത്. ഇവിടെ ഗലീലയിൽ നമ്മൾ സുരക്ഷിതരാണ്. സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് മാറും, നീ വഴി തടയരുത്. സാത്താൻ എന്നാണ് അപ്പോൾ ഗുരു എന്നെ വിളിച്ചതെന്ന് ഞാൻ കരുതി. ഹൃദയം പൊട്ടിക്കറിഞ്ഞു. പക്ഷെ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഞങ്ങൾ ജെറുസലേമിലേക്ക് യാത്ര തുടങ്ങി. അപ്പോഴാണ് ഹെറോദസ് രാജാവിന് ഭീഷണിയുമായി ചില നേതാക്കന്മാർ വന്നത്. റബി, അങ്ങോട്ട് ഗലീലി വിട്ടു പോകണം. അന്തിപ്പാസ് രാജാവ് അങ്ങേ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെന്ന കുറുക്കനോട് പറയുവൻ, എന്റെ വഴി നിശ്ചയിക്കുന്നത് അവനല്ല, എന്റെ പിതാവാണെന്ന്. എന്തൊരു ധൈര്യം! പക്ഷെ നാൾക്കുനാൾ ശത്രുക്കൾ പെരുകി. ജനങ്ങൾ സാവകാശമായി ആകുന്നു. ആൾക്കൂട്ടം കുറഞ്ഞു. യേശു അത്ഭുതം പ്രവർത്തിക്കാതെയായി. വരാൻ പോകുന്ന പീഡനവും മരണവുമായി മുഖ്യ സംസാര വിഷയം. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ജെറുസലേത്തെ വെച്ച് യേശു രാജാവായി വാഴിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അനുഗമിച്ചത്. പത്രോസെ, ദേവാലയ നികുതി പിരിവുകാർ നിന്നെ കണ്ടുവല്ലേ? ഗുരു, എവിടെ ചെന്നാണ് ഇപ്പോൾ നികുതി പണം കണ്ടെത്തുകയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ചൂണ്ടയുമായി കടൽ തീരത്തേക്ക് പോകും. ആദ്യം കിടന്ന മീനിന്റെ വായിൽ ഒരു ഷെക്കൽ കാണും. നമ്മുടെ രണ്ടുപേരുടെയും നികുതി തുക. പിന്നെ അങ്ങോട്ടുള്ള യാത്ര. മനസ്സിൽ കടുത്ത ഭയം, ദുഃഖം, വിശപ്പ്, ദാഹവും ഞങ്ങൾ അറിഞ്ഞു. വഴിവെക്കലും മരച്ചുവിടലും അന്തിയുറങ്ങി. ഗുരുവിന് ഒരേ ഒരു ലക്ഷ്യം ജെറുസലേം, ഒരേ ഒരു വിഷയം മരണമുദ്ധാനം. ഒന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പുറകെ. ജെറുസലേമിൽ എത്തിയപ്പോൾ ദാവീദിന്റെ പുത്രൻ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. ഞങ്ങൾ കരുതി ഇതാണ് ഇസ്രായേൽ ജനം കാത്തിരുന്ന വിമോചനത്തിന്റെ ദിനമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് തെറ്റി. എടുത്തുകൊണ്ട് പോകുവിൻ, എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ ചന്തയാക്കരുത്. പിന്നെ ഞങ്ങളുടെ ഗുരുവിന്റെ പ്രവർത്തനം ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അടുത്ത 3 ദിവസം വലിയ സംഘടനകളായിരുന്നു. യഹൂദ നേതാക്കൾ സംഘം ചേർന്നു.
ഒറ്റ ഗുരുവിനെ ചോദ്യം ചെയ്തു. എന്നാൽ ചോദിച്ചവർക്ക് വാക്കുമുട്ടി. അന്നൊരു പെസഹ വ്യാഴാഴ്ചയായിരുന്നു. പെസഹ തിരുനാളിന്റെ തലേ ദിവസം സന്ധ്യയായപ്പോൾ ഞങ്ങൾ അത്താഴത്തിനിരുന്നു. ഗുരു ഇരുന്നത്, പാടില്ല, അങ്ങനെ കാൽ കഴുകരുത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ ഞാൻ നൽകുന്ന രക്ഷ നിനക്ക് കിട്ടില്ല. ഗുരു ക്ഷമിക്കണം, എന്നെ തള്ളിക്കളയരുത്. പിന്നെ സംഭവിച്ച കൂടുതൽ ഭയാനകമായിരുന്നു. അപ്പം എടുത്ത് മുറിച്ചുകൊണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്, ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ്, വാങ്ങിക്കുടിക്കുക. സഹോദരങ്ങളെ, അന്ന് ഗുരുനാഥൻ ചെയ്തു തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന. പിന്നെ ഗുരു പറഞ്ഞു കേട്ട എന്റെ സപ്തനാടികളും തളർന്നുപോയി. അതൊരിക്കലും സംഭവിക്കരുത് എന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. എന്താണത്? ഇന്ന് രാത്രി നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കും. എല്ലാവരും തള്ളിപ്പറയും, ഓടി ഒളിക്കും. ഗുരു, ആരെല്ലാം തള്ളിപ്പറഞ്ഞാൽ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇന്ന് രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 തവണ തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സംഭവിച്ചത് നിങ്ങൾക്കറിയാം. വഞ്ചന, ഒളിച്ചോട്ടം. വാളുറയിലോട് വാളെടുക്കുന്നവന് വാളാൽ നശിക്കും. ഒടുവ് വിറ്റ് വാൾ വാങ്ങാൻ ഗുരു പറഞ്ഞപ്പോൾ ഇരുമ്പ് വാളിന്റെ കാര്യമാണെന്ന് ഞാൻ കരുതി. പ്രാർത്ഥനയും വിശ്വാസവുമാണെന്ന് മനസ്സിലായില്ല. പ്രാർത്ഥിക്കുന്നതിന് പകരം ഉറങ്ങി വാളെടുത്തത് വിനയായി. പ്രധാന പുരോഹിതന്റെ അകത്തളത്തിൽ യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ പത്രോസ് തീ കായുകയായിരുന്നു. ഇവൻ ആ നസ്രായന്റെ ശിഷ്യനാണ്, അവനെ ഞാൻ അറിയില്ല. പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂവി. അതേ മക്കളെ, ഞാനൊരു ഭീരുവായിരുന്നു, ഒരു പേടിത്തൊണ്ടൻ. ഗുരു എന്നെ ഉപേക്ഷിച്ചില്ല. പടയാളികളിലൂടെ എന്നെ നോക്കി. അന്ന് തുടങ്ങിയതാണ് ഈ കണ്ണീർ പ്രവാഹം. ഉദ്ധാനത്തിന് ശേഷം കർത്താവിനെ വീണ്ടും വിളിച്ചു. ആദ്യത്തേതുപോലെ ഗലീൽ കടൽ തീരത്ത് വെച്ച്. അത്ഭുതകരമായ ഒരു മീൻപിടുത്തത്തിന് ശേഷം, ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഗുരു ശാസില്ല, പരാതിയില്ല, ഒന്ന് മാത്രം സ്നേഹം. ആ സ്നേഹമാണ് എന്നെ നിരാശയിൽ തിരിച്ചു പിടിച്ചത്, വീണ്ടും ഇടയനാക്കിയത്. ഗുരു പരിശുദ്ധാത്മാവിനെ അയച്ചു, തടവുകളിൽ മോചിപ്പിച്ചു. ശത്രുക്കളുടെ വാളിൽ നിന്നും ജെറുസലേം മുതൽ ഈ റോമ വരെ സുവിശേഷം എത്തിക്കാൻ ശക്തിപ്പെടുത്തി. ഗുരു, ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കരുത്. നേരം വിളിക്കുന്നതിന് മുമ്പേ റോമ വിട്ടു പോകണം. അങ്ങനെയും അനേകരെ ഈ സുവിശേഷം അറിയിക്കണം. റോമിൽ ഒളിച്ചോടി പത്രോസിനെ നഗരത്തിന്റെ കിഴക്കേ കവാടത്തിൽ വെച്ച് കർത്താവ് കണ്ടുമുട്ടി. ക്വാ വാദിസ് ഡോമിനെ, കർത്താവ്, നീ എങ്ങോട്ട് പോകുന്നു? ഇത്തേരും ക്രൂജി ഫിജി, ഒരിക്കൽ കൂടി കുരിശിൽ മരിക്കാൻ. ഇത് കറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അപ്രത്യക്ഷനായി. വീണ്ടും കുരിശിൽ മരിക്കാൻ. അത് ഗുരുവല്ല, ഞാനാണ് മരിക്കേണ്ടത്. ചുരുക്കിതും തിരിച്ചറിഞ്ഞ് പത്രോസ് റോമിലേക്ക് തിരിച്ചുപോയി. പടയാളികൾ അവനെ നീറോയുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന വത്തിക്കാൻ കുന്നിൽ കുരിശിൽ തറച്ചു. നാഥാ, നന്ദി, ഇത്രയിടം വരെ നിന്നെ അനുഗമിക്കാൻ എന്നെ അനുവദിച്ചല്ലോ. എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. പത്രോസിനെ കുരിശിൽ തറച്ച സംസ്കരിച്ച സ്ഥലത്തിന് മുകളിലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലുത് മനോഹരമായ ദേവാലയം, പത്രോസിന്റെ ബസലിക്ക നിൽക്കുന്നത്. അടുത്ത ചിത്രകഥ, മാർ വലാഹ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഭാരതത്തിന്റെ അപ്പസ്തോലൻ, വിശ്വസിക്കുന്ന തോമ.